Hi friends, എല്ലാവർക്കും IBSന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന കുറേ അധികം ടോപ്പിക്കുകളുണ്ട്. അതിൽ ഉദാഹരണമാണ് ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇപ്പോൾ ഒരാളുടെ അച്ഛനും മകനും തമ്മിലുള്ള വയസ്സ് ഇപ്പോൾ അവരുടെ റേഷ്യോ ഇങ്ങനെയാണ്, 4 വർഷം കഴിയുമ്പോൾ അത് മറ്റൊരു റേഷ്യോ ആവും. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ എത്ര, അല്ലെങ്കിൽ മകൻ്റെ വയസ്സ് ഇപ്പോൾ എത്ര, അല്ലെങ്കിൽ ഇങ്ങനെ റേഷ്യോ തന്നിട്ടുള്ള ചോദ്യങ്ങൾ. അതേപോലെ തന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൻ്റെ വേറൊരു കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും റേഷ്യോ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതേപോലെ തന്നെ പെർസെൻറ്റേജും. ഇപ്പോൾ റേഷ്യോയും പെർസെൻറ്റേജും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി പാർട്ണർഷിപ്പിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ ആളുകൾ ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മിനിമം എത്ര പേരുണ്ടായിരിക്കണം? 2 പേരുണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എയും ബിയും, ഈ എയ്ക്കും ബിയും കൂടെ ചേർന്നാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്. സപ്പോസ് ഇവർക്ക് ആകെ വേണ്ടത് 200 രൂപയാണ് ഇവരുടെ ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. ടോട്ടൽ ക്യാപിറ്റൽ 200 രൂപ. അപ്പം എ പറയും ഞാൻ 100 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ബിയും പറയും ഞാൻ 100 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായി? 200 രൂപയായി. അങ്ങനെ അവർ ബിസിനസ് ചെയ്തു. 2 പേരും ഒരേ സമയത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും എയും ഉണ്ട് ബിയും ഉണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ലാഭം കിട്ടി, പ്രോഫിറ്റ്. എത്ര രൂപ? ഒരു 60 രൂപ അവർക്ക് ലാഭം കിട്ടി. ഈ കിട്ടിയ ലാഭം ഇവർ എങ്ങനെ വീതിക്കും? അപ്പം എ പറയും ആകെ 200 രൂപ വേണ്ടതായിരുന്നല്ലോ നമുക്ക്, ആ 200ൻ്റെ പകുതിയായ 100 കൊണ്ടുവന്നത് ഞാനാണ്. അതുകൊണ്ട് ആകെ കിട്ടിയ ലാഭമായ 60ൻ്റെ പകുതി ഞാൻ എടുക്കും. ബി പറയും ആകെ വേണ്ട ക്യാപിറ്റൽ ആയിരുന്നു 200, അതിൻ്റെ പകുതി കൊണ്ടുവന്നത് ഞാനാണ്, അപ്പോൾ പകുതി ഞാനും എടുക്കും. എന്ന് പറഞ്ഞാൽ ഇവർ ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോവിനനുസരിച്ച് തന്നെ പ്രോഫിറ്റും വീതിക്കും. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ശരിയല്ലേ? 100:100 എന്ന് പറയുമ്പോൾ 1:1. അപ്പോൾ ആ 1:1 എന്ന റേഷ്യോയിൽ തന്നെ അവർ എന്തും വീതിക്കും? പ്രോഫിറ്റും വീതിക്കും. അതായത് എയും 60ൻ്റെ പകുതി 30 എടുക്കും, ബിയും 60ൻ്റെ പകുതി 30 എടുക്കും. എന്നാൽ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, എ ആയിരിക്കും ബിസിനസ് തുടങ്ങുന്നത്, 6 മാസത്തിന് ശേഷം, ആഫ്റ്റർ 6 months, 6 മാസത്തിന് ശേഷമാണ് ബി വരുന്നത്. അപ്പോഴും അവർക്ക് 60 രൂപ ലാഭം കിട്ടി. 6 മാസത്തിന് ശേഷമാണ് ആര് വരുന്നത്? ബി വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം എയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ 100 രൂപ. ആ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എത്ര നാളുണ്ടായിരുന്നു? കാരണം എ ബിസിനസ് തുടങ്ങി തുടക്കം മുതൽ അവസാനം വരെയും എ ഉണ്ട് എന്ന് പറയുമ്പം എ 12 മാസവും ഇവിടെ ഉണ്ട്. എന്നാൽ ബി 6 മാസത്തിന് ശേഷമാണ് വരുന്നത്. ബി 6 മാസത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ബിയുടെ പൈസ എത്ര നാളെ ഇവിടെ കാണത്തുള്ളൂ? 6 മാസവും കൂടിയേ കാണത്തുള്ളൂ. 6 മാസവും കൂടിയേ കാണത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ ക്യാപിറ്റലിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു. അവിടെ ടൈം ഈക്വൽ ആയിരുന്നു, കാരണം തുടക്കം മുതൽ അവസാനം വരെ എയും ബിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ടൈം ഈക്വൽ അല്ല. എ 12 മാസവും എയുടെ പൈസയുണ്ട്, ബിയുടെ പൈസ 6 മാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പ്രോഫിറ്റ് വീതിക്കുമ്പോൾ ഇവിടെയും ഇവർക്ക് 60 രൂപ പ്രോഫിറ്റ് കിട്ടി. എയ്ക്കും ബിക്കും നമുക്ക് ഒരേപോലെ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. തുടക്കം മുതൽ അവസാനം വരെയുള്ള എയ്ക്കും പകുതിക്ക് കയറി വന്ന ബിക്കും ഒരേ തുക കൊടുക്കുന്നത് ന്യായമല്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ പ്രോഫിറ്റ് കൊടുക്കുന്നതിന് 2 കാര്യങ്ങളെ കൺസിഡർ ചെയ്യും. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെയും ടൈമിൻ്റെയും കൂടെ പ്രോഡക്റ്റിൻ്റെ ബേസിലായിരിക്കും കൊടുക്കുക. അതായത് ക്യാപിറ്റൽ ഇൻറ്റു ടൈമിൻ്റെ ലീസ്റ്റ് ഫോം, ആ ഒരു രീതിയിലാണ്. അതായത് ഇത് റേഷ്യോൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ഇത് ഓർത്തിരിക്കുക. അല്ലാതെ ക്യാപിറ്റലിനെ ടൈം കൊണ്ട് ഗുണിച്ചാൽ പ്രോഫിറ്റ് കിട്ടുമെന്നല്ല പറഞ്ഞത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ഈ ക്യാപിറ്റൽ ഇൻറ്റു ടൈമിൻ്റെ ലീസ്റ്റ് ഫോം, ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ എത്രയായിരിക്കും? ഇവിടുന്ന് 2 ഇടത്തു നിന്ന് നമുക്ക് 100 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം ഇവിടെയും റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് ഈ 2 ഇടത്തും സെയിം മൾട്ടിപ്പിൾ വരുമ്പോൾ നമ്മൾ അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ 12:6 അല്ലേ? ഇവിടെ 6 2 പ്രാവശ്യം ഉണ്ടല്ലോ. 12ൽ 6 2 പ്രാവശ്യം, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2:1 എന്ന് എഴുതാം. അല്ലെങ്കിൽ 12:6. 12നെയും 6നെയും നമ്മൾ 6 കൊണ്ട് ഹരിക്കുന്നു.
12നെയും 6നെയും 6 കൊണ്ട് ഹരിക്കുന്നു. 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2, 6നെ 6 കൊണ്ട് ഹരിച്ചാൽ 1. ഈ 100ഉം 100ഉം വെട്ടിക്കളഞ്ഞത് 2നെയും നമ്മൾ 100 കൊണ്ട് ഹരിച്ചത് കൊണ്ടാണ്. റേഷ്യോൻ്റെ നിയമമാണ്, റേഷ്യോ എപ്പോഴും ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതണം. റേഷ്യോ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ലീസ്റ്റ് ഫോം. അതുകൊണ്ടാണ് നമ്മൾ ഹരിച്ച് ചെറുതാക്കി ഏത് രൂപത്തിൽ എഴുതി 2:1. അപ്പം ഈ ഒരു റേഷ്യോയിൽ വേണം പ്രോഫിറ്റ് വീതിക്കാൻ. അപ്പോൾ എയ്ക്ക് എത്ര രൂപ കിട്ടും? എയ്ക്ക് എത്ര രൂപ കിട്ടും? ആകെ ലാഭം എത്രയാണ്? 60 അതിൽ എയുടെ ഷെയർ എത്രയാണ്? 2:1 എന്ന റേഷ്യോ അല്ലേ. അപ്പം എയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 40 രൂപ എന്ന് കിട്ടും എയ്ക്ക്. ബിയുടെ ഷെയർ എത്രയാണ്? 60 ഇൻറ്റു 2:1 എന്ന് പറഞ്ഞാൽ അറിയാം, 2 1 3 കഷ്ണങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പാർട്ട് ഉണ്ടെങ്കിൽ ആ 3ൽ 2 എന്ന് പറയുന്നത് എയും ആ 3ൽ 1 എന്ന് പറയുന്നത് ബിയും ആയിരിക്കും. സോ ബിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1/3. എത്ര കിട്ടി? 20. കണ്ടോ, ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളിന് കൂടുതൽ പൈസയും പകുതിക്ക് വന്ന ആളിന് അതിൻ്റെ പകുതി പൈസയും കിട്ടി. അപ്പം ഈ റേഷ്യോയിലാണ് നമ്മൾ പ്രോഫിറ്റ് വീതിക്കുക. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാപിറ്റൽ ഇൻറ്റു ടൈമിൻ്റെ ലീസ്റ്റ് ഫോം ആയിരിക്കും എന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2 തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ പാർട്ട്ണറിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പാർട്ട്ണർ, 2 സ്ലീപ്പിംഗ് പാർട്ട്ണർ. എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേമിലും ഇങ്ങനെ 2 തരം പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും പൊതുവേ 2 തരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? വർക്കിംഗ് പാർട്ട്ണറും സ്ലീപ്പിംഗ് പാർട്ട്ണറും. ആരാണ് വർക്കിംഗ് പാർട്ട്ണർ? വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് ഓൺലി എ പാർട്ട്ണർ ബട്ട് ഓൾസോ ടേക്ക് സം ആക്റ്റീവ് പാർട്ട് ഇൻ ദ ബിസിനസ്. അതായത് അയാൾ പാർട്ട്ണർ ആവണമെങ്കിൽ, നിങ്ങൾക്ക് പാർട്ട്ണർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാശ് മുടക്കിയാൽ മാത്രം മതി. കാശ് മുടക്കിയാൽ നിങ്ങൾ ആരായി? പാർട്ട്ണറായി. പക്ഷെ നിങ്ങൾ ആക്റ്റീവ് പാർട്ട്ണർ ആവണമെങ്കിൽ നിങ്ങൾ കാശ് മുടക്കിയിട്ട് വെറുതെ വീട്ടിലിരുന്നാൽ പോരാ, അവിടെ ഏതെങ്കിലും ഒരു ജോലിയും കൂടെ ചെയ്യണം. സോ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് എ പാർട്ട്ണർ പ്ലസ് ഹി ഈസ് ആൻ എംപ്ലോയി ഓഫ് ദ ഫേം. അപ്പം പാർട്ട്ണറും ആയിരിക്കണം, എംപ്ലോയിയും ആയിരിക്കണം. ആരാണ് വർക്കിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്ണർ? ചിലപ്പോൾ ആക്റ്റീവ് പാർട്ട്ണർ എന്നും പറയും കേട്ടോ. വർക്കിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്ണർ. ആരാണ് വർക്കിംഗ് പാർട്ട്ണർ? അയാൾ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ക്യാഷ് മുടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അയാൾ അവിടെ ഒരു എംപ്ലോയി ആയിട്ട്, അവിടുത്തെ പർച്ചേസ് മാനേജറായിട്ടോ സെയിൽസ് മാനേജറായിട്ടോ സെയിൽസ്മാൻ ആയിട്ടോ ക്യാഷ്യർ ആയിട്ടോ ഏതെങ്കിലും ഒരു പൊസിഷനിൽ അയാൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നമ്മൾ സാലറി കൊടുക്കണം, കാരണം അയാൾ എംപ്ലോയി ആണ്. അപ്പോൾ ഈ വർക്കിംഗ് പാർട്ട്ണറിന് എന്തൊക്കെ കിട്ടും? അയാൾ പാർട്ട്ണർ ആയതുകൊണ്ട് അയാൾക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടും. പിന്നെ അയാൾ എംപ്ലോയി ആയതുകൊണ്ട് അയാൾക്ക് സാലറി കിട്ടും. ചില ചോദ്യങ്ങളിൽ കമ്മീഷൻ എന്നായിരിക്കും പറയുക, ചിലയിടത്ത് സാലറി എന്ന് പറയും, കമ്മീഷൻ എന്ന് പറയും, എന്തെങ്കിലും പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു പേരിൽ അതിനെ ചോദ്യം, അത് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പാർട്ട്ണറുമാണ് എംപ്ലോയിയുമാണ്. പാർട്ട്ണർ ആയതുകൊണ്ട് പ്രോഫിറ്റ് ഷെയറും, എംപ്ലോയി ആയതുകൊണ്ട് സാലറി അല്ലെങ്കിൽ കമ്മീഷനും അയാൾക്ക് കിട്ടും. അപ്പോൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആരാ? സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അയാളുടെ ആക്ടിവിറ്റിയെയാണ് അവിടെ സ്ലീപ്പിംഗ് എന്നതുകൊണ്ട് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ആക്ടിവിറ്റി അവിടെ സ്ലീപ്പിംഗ് ആണ്. ദാറ്റ് മീൻസ് അയാൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതായത് അയാൾ അവിടെ എംപ്ലോയി ആയിട്ടൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് അതുകൊണ്ട് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? പ്രോഫിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. പ്രോഫിറ്റ് മാത്രമേ അയാൾക്ക് കിട്ടത്തുള്ളൂ. അയാൾക്ക് ആ കൂട്ടത്തിൽ സാലറിയോ കമ്മീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അയാൾക്ക് കിട്ടത്തില്ല. എന്ത് മാത്രമേ ഉള്ളൂ? പ്രോഫിറ്റ് ഷെയർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരം പാർട്ട്നേഴ്സ് ഒരു ഫേമിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. If you like our content, do like, share and subscribe.